ഉള്ള സ്ഥലത്ത് മുഴുവൻ വീടായി പോയി, ചെടികൾ വെക്കാൻ ഒട്ടും തന്നെ സ്ഥലമില്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവരാണോ? എങ്കിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ചെറിയൊരു പൂന്തോട്ടം സെറ്റ് ചെയ്യാവുന്നതാണ്. ഹലോ ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി വെക്കാൻ വീട്ടിൽ സ്ഥലമില്ല എന്ന് പറയുന്നവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് എത്ര കുറവ് സ്ഥലമാണെങ്കിൽ പോലും പരമാവധി ചെടികൾ വെക്കാൻ പറ്റുന്ന രീതികളാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ വീട്. അപ്പോൾ ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഒട്ടും തന്നെ സ്ഥലമില്ല കേട്ടോ. വീട് പണിതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ചെടികൾ വെക്കാനുള്ള സ്ഥലങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ഉള്ള സ്ഥലത്ത് ഞാൻ മാക്സിമം ചെടികൾ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് രീതികളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ മണ്ണെന്ന് പറയാനായിട്ട് ഈ കാണുന്ന ഒരു ഇത്തിരി സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ഇത്ര തന്നെ ഉള്ളൂ. അവിടെയാണ് കപ്പങ്ങയും തക്കാളിയും വെണ്ടയ്ക്കയും എന്ന് വേണ്ട എല്ലാ കൃഷികളും ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ വയലറ്റ് താള് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, അതൊക്കെ ഈ ഒരു ചെറിയൊരു പോർഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഒരു അവക്കാഡോ നല്ല രീതിക്ക് തന്നെ വളർന്ന് പിടിച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൊമ്പൊന്നും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ, കാരണം മേളിൽ ലൈൻ കമ്പിയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് വെച്ചിട്ട് കൊമ്പൊക്കെ ഒന്ന് വെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ കൂട്ടത്തിൽ ചായാമൻസ ചീരയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിൽക്കുന്ന ഈ ഒരു കുഞ്ഞു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൽക്കണിയിലും ഓപ്പൺ ടെറസിലും ഏറ്റവും മേളിലൊക്കെ ആയിട്ടാണ് കേട്ടോ ചെടികൾ നട്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥലം ഒരു പ്രശ്നമല്ല, നമുക്ക് മനസ്സുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ചെടികൾ വളർത്താവുന്നേ ഉള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ വെച്ചിരിക്കുന്ന രീതികളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഞാൻ കുറേ പ്ലാന്റ്സ് മതിലിൻ്റെ മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ ഹാങ് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലമില്ലാത്തവർക്ക് മാക്സിമം ഇതേപോലെ ഹാങ് ചെയ്തിടുകയാണ് നല്ലത്. അപ്പം ഞാൻ ഇതേപോലെ സെപ്പറേറ്റ് നമ്മൾ ഡ്രില്ല് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. അത് കൂടാണ്ട് നോക്കി അങ്ങേ അറ്റത്തിരിക്കുന്ന ഒരു ചാക്കിൽ എംസാൻഡ് ആണ് കേട്ടോ. നമ്മൾ കുറച്ച് വർക്ക് ഏരിയ എടുത്ത ആ ഒരു ടൈമിൽ ബാക്കി വന്നതാണ്. അതവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് മാറ്റി വെച്ചതാണ്. പിന്നെ അതങ്ങനെ അവിടെ ഇരുന്ന് പോയി. അപ്പം അതിലേക്ക് ഞാൻ 2-3 ചെമ്പരത്തിയുടെ കൊമ്പുകൾ വെറുതെ ഒന്ന് നട്ടുകൊടുത്താണ് കേട്ടോ. നോക്കി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന നോക്കി. അത് മാത്രമല്ല, നല്ലോണം ഫ്ലവറിങ്ങും ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ മുൻവശത്ത് ഇത്രമാത്രം സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ 2 ലെയറിലായിട്ട് ഞാൻ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിയൊക്കെ നോക്കി നല്ലോണം മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ 2 ആമ്പൽ പോണ്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ബാക്കിയുള്ളത് മതിലിൻ്റെ പൊക്കത്താണ് വെച്ചിരിക്കുന്നത്. ബോഗൺവില്ലാസാണ് നിൽക്കുന്നത്. പൂവിട്ട് വരാനായിട്ടുണ്ട്. കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം. പിന്നെ ബാക്കിയുള്ളത് ഇതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ സിറ്റ് ഔട്ടിലും കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് ഇത്രമാത്രമേ സ്പേസ് ഉള്ളൂ, ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. എങ്കിലും ഈ അറ്റം തുടങ്ങി അങ്ങേ അറ്റം വരെ ഹാങ്ങിങ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ, ഈ ഒരു മതിലിന്റെ സൈഡ് നമുക്ക് ഇവിടെ നിന്ന് അറ്റത്തേക്ക് വെക്കാൻ പറ്റില്ല, അവിടെ പൈപ്പ് വന്നിട്ടുണ്ട്, മേളിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിൽ വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തെങ്ങ് പ്രശ്നമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോഗൺവില്ലാസൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. നല്ല വെയിലാണ് കിട്ടുന്നത്. പക്ഷേ ഈ ഒരു തെങ്ങ് കാരണം നമുക്ക് ആ പോർഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും താഴെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ചെടികൾ. ഇനി നമുക്ക് അകത്ത് നോക്കുമ്പോൾ അകത്തും ഇതേപോലെ ഇൻഡോർ പ്ലാന്റ്സ് ഞാൻ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ സ്പെഷ്യൽ വളവും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ വളം എന്താണെന്നുള്ളത് പറയാട്ടോ. സ്ഥിരം കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ വർക്ക് ഏരിയയുടെ ഗ്രില്ലുണ്ടല്ലോ, ആ ഡോറ് അവിടെയാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അരി കഴുകുന്ന വെള്ളവും പാലിൻ്റെ ബാക്കിയും ഒക്കെ ഇതിനാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കി ആ ഒരു ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. പിന്നെ വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ജനലുണ്ടല്ലോ, അകത്തെ റൂമിൻ്റെ ജനലാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ എല്ലാ പോർഷൻസും ഇതേപോലെ ബോക്സ് പോലെയാണ് കേട്ടോ ജനൽ എടുത്തിരിക്കുന്നത്. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിലാണ് കേട്ടോ ഞാൻ ബാക്കിയുള്ള ചെടികൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വെയിലധികം വേണ്ടാത്ത ചെടികളാണ്. എങ്കിൽ പോലും വർക്ക് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ. ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതല്ലാണ്ട് ഇതേപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. 2 ചെടികൾ ഇതേപോലെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നോക്കി ഈ ഗ്രില്ലിൻ്റെ മേളിൽ നിന്ന്
ആ ഒരു ഷീറ്റിൻ്റെ കമ്പിന്നാണ് കേട്ടോ അതങ്ങോട്ട് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ അതാ അത്യാവശ്യം ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ പുറത്തേക്കുള്ള 2 സൈഡും ഡോർ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 ഡോറിലും ഞാൻ മാക്സിമം ചെടികൾ അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ മേളിലേക്ക് കയറുമ്പോൾ ഇതേപോലെ സ്റ്റെയറിൻ്റെ 2 ലാൻഡിങ്ങിലും ഇതേപോലെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ പ്രെയർ റൂമിൻ്റെ ഫ്രണ്ടിലും അതേപോലെ TV യൂണിറ്റിൻ്റെ 2 സൈഡിലും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ ഏറ്റവും മനോഹരമായ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ് കേട്ടോ. ഈ ഒരു ബാൽക്കണിയാണ് ഏറ്റവും ഭംഗിയുള്ളൊരു സ്പേസ്. അപ്പോൾ എനിക്ക് വന്നിരിക്കാനും അത്യാവശ്യം ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യുന്നൊരു സ്പേസാണ് കേട്ടോ ഇത്. കുട്ടികളായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്പേസാണ്. അപ്പോൾ ഇവിടെ മെയിൻലി ഒരു 90% ബോഗൺവില്ലാസ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡ് ഇരിക്കുന്നതൊക്കെ അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ്. അപ്പോൾ ബോഗൺവില്ലാസൊക്കെ കണ്ട നല്ല രീതിക്ക് തന്നെ പൂവായി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് അധികമൊന്നും ആയിട്ടില്ല. ഇലയും പൂക്കളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാൻഡ് മാറ്റാനൊക്കെ എളുപ്പമാണ് കേട്ടോ. പിന്നെ നടുക്ക് വെച്ചിരിക്കുന്നത് 2 ലെയറായിട്ട് വരുന്ന ഒരു സ്റ്റാൻഡാണ്. അതും ഇതേപോലെ നമുക്ക് അധികം ചെടികൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. താഴത്തെ പോലെ തന്നെ മേളിലും ഇതേപോലെ ചെടികൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. സെയിം ഡ്രില്ല് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ചെടികൾ നമുക്ക് അവിടെയും ഹാങ് ചെയ്തിടാൻ പറ്റും. ഇതേപോലെ നമുക്ക് അധികം ചെടികൾ വെക്കാൻ പറ്റുന്നൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അധികം സ്പേസ് അതിൽ നിന്നും കിട്ടും കേട്ടോ. അപ്പോൾ 2 സൈഡും ഇതേപോലെ ഹാങ് പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇതെല്ലാം ബോഗൺവില്ലാസ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ബാൽക്കണിയിൽ നമുക്ക് വെയിൽ കിട്ടും. വലിയ കാര്യമായിട്ടല്ലെങ്കിലും അത്യാവശ്യം വെയിൽ കിട്ടും കേട്ടോ. ഇതേപോലെ ദിവാൻ കോട്ടും കൊണ്ടുവന്നിട്ടിട്ടുണ്ട് നമുക്കൊന്ന് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു സൈഡിൽ കുറച്ച് ചെടികൾ കൂടി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അധികം വെയിൽ വേണ്ടാത്ത ചെടികളാണ് കേട്ടോ. ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ മാക്സിമം ഒരേപോലത്തെ തന്നെ ചെടികൾ ആ ഒരു ജനലിൻ്റെ സൈഡും കൊള്ളിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴാണെങ്കിലും ആ ഒരു തിക്നെസ് തോന്നില്ല കേട്ടോ. അത്യാവശ്യം സ്പേസ് നമുക്കുള്ള പോലത്തെ ഒരു ഫീലാണ് തോന്നുക. മാക്സിമം ചെടികൾ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇറക്കിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രഹസ്യ വളം എന്ന് ഞാൻ പറഞ്ഞത് നമ്മളുടെ ബയോബിനിലെ വളം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് കേട്ടോ നമ്മളുടെ നിശാഗന്ധിയിൽ ഒരു മുട്ട് ഞാൻ കണ്ടത്. ഒരേ ഒരു മുട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നേ. പക്ഷെ ഈ ഒരു മുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, പെട്ടെന്നൊന്നും നമ്മൾ കാണില്ല ഈ ഒരു മുട്ട്. ബോഗൺവില്ലാസൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന വളം ഇലകൾ വളരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇലകളും പൂക്കളും ഒക്കെ നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോട്ടിൽ നിൽക്കുന്ന ചീര കണ്ടോ, ഞാൻ ഇന്ന് മാറ്റാം നാളെ മാറ്റാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്നിരുന്ന് അത്രത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് നിശാഗന്ധിയുടെ ചെടിയിൽ നോക്കിയപ്പോൾ ഇതിൽ മുട്ടുകളൊന്നും ഇല്ല കേട്ടോ. ഇതാണ് മദർ പ്ലാന്റ്. ഇതിൻ്റെ സ്റ്റെയർ കയറി മേളിലോട്ട് വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഗ്രില്ല് വർക്കൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഗ്ലാസ് മാറ്റാൻ പറ്റുന്നതാണ്. ഗ്ലാസ് പുറത്താണ്ട് ഇരിക്കുന്നത്. അവിടെയും ചെടി വെക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷെ നനക്കാനൊക്കെ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ഓപ്പൺ ടെറസ് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ വാഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ഒരു സ്പേസും ഞാൻ ചെടികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയാൽ ഇതേപോലെ തന്നെ ഒന്ന് കയറൊക്കെ കെട്ടി അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. മുമ്പ് ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ തുണികൾ വിരിച്ചിടുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തപ്പോൾ കുറച്ച് ഞാൻ മാറ്റിയതാണ് കേട്ടോ. അവിടെ നിന്ന് താഴെയും കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നിസ്കരിക്കാനൊക്കെ ആയിട്ട് വെള്ളമൊക്കെ എടുക്കുന്ന ഇവിടെ നിന്നാണ്. അപ്പോൾ ചെടികൾ ഒരുപാടുണ്ടെങ്കിൽ അതിന് തടസ്സം വരും. അപ്പോൾ അതുകൊണ്ട് അവിടെ മാക്സിമം ഒരു ലെയർ മാത്രമേ താഴെ ചെടി വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതേപോലെ ഗ്രില്ലിലൊക്കെയാണ് കേട്ടോ ബാക്കിയുള്ള ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു സൈഡിലും കുറേ പോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പേസിന് പറ്റുന്ന ചെറിയ പോട്ട് മാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രില്ലിൽ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. കാരണം അവിടെ ഞാൻ മുമ്പ് മണി പ്ലാന്റ് നന്നായിട്ട് വളർത്തിയിരുന്ന വെച്ചാണ്. പക്ഷേ ഏതോ ഒരു പക്ഷി എന്തോ വന്നിട്ട് അതങ്ങോട്ട് കൊത്തി അങ്ങോട്ട് നശിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ അത് സെറ്റ് ചെയ്യണം. പുതിനിലയാണ് കേട്ടോ നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും മേളിലേക്ക് പോവാം. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് നിൽക്കുന്നത് ഈ ഒരു ഓപ്പൺ ടെറസിലാണ് കേട്ടോ. ഓപ്പൺ ടെറസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. ഇതിൻ്റെ മേളിൽ വെയിലൊന്നും കിട്ടാത്തടത്ത് ഈ ചെടികളെ വളർത്തിക്കൊണ്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ് കേട്ടോ. എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ
ചെടികൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കുരുമുളകിന് അധികം വെയിൽ വേണ്ടാത്ത ഒന്നായതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ആ ഒരു വെയിലും അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാലോ അല്ലേ. പിന്നെ ദാ ചെടികളെല്ലാം ഈ ഒരു സൈഡിലേക്കാണ് ഞാൻ നീക്കി വെച്ചിരിക്കുന്നത്. ഉച്ചയാകുമ്പോഴത്തെ വെയിൽ അത്യാവശ്യം ഈ ഒരു ചെടികൾക്ക് കിട്ടും. റോസസ് ഒക്കെ ഇവിടെ നിൽക്കുമ്പോൾ നന്നായിട്ട് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. പിന്നെ ദാ ഈ ഒരു സൈഡ് കറ്റാർ വാഴ, അതേപോലെ ഡ്രമ്മിൽ കുറച്ച് ചെടികൾ കൂടി ഉണ്ട് കേട്ടോ. ഡ്രമ്മിൽ മുള്ളാത്ത പീനട്ട് ബട്ടർ ഇവയൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. പീനട്ട് ബട്ടറൊക്കെ നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല, കിളികൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. പിന്നെ അതേപോലെ ഇതാ ബോഗൺവില്ലയും നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട്. ഇഞ്ചി ഇതൊക്കെ നന്നായിട്ട് തന്നെ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഏറ്റവും മേളിൽ കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഒരു സൈഡിൽ മാത്രമാണ് വെയിൽ കിട്ടുന്നത്. ട്യൂഷൻ എടുക്കുന്ന കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് പണിതാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡ്. അങ്ങനെ പണിതപ്പോൾ കുറച്ചധികം പണിയിച്ച് ചെടികൾക്ക് കൂടി സെറ്റ് ചെയ്താണ് കേട്ടോ. അപ്പോൾ താഴെ വെക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് അധികം വെയിൽ കിട്ടില്ലല്ലോ, താഴെയല്ല ഇരിക്കുന്നത്. അപ്പോൾ മേളിലേക്ക് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് ഈ ഒരു സ്റ്റാൻഡ് പണിയിച്ചതാണ് കേട്ടോ ചെടികൾക്ക് കൂടി. എന്നിട്ട് ഇതാ ബോഗൺവില്ലാസാണ് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 തക്കാളി തൈയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഇതാ ഇങ്ങനൊരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെയും കാര്യമായിട്ട് വെയിൽ കിട്ടില്ല, എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ചെടികൾ അങ്ങനെ വീണ് പോകുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഒരു കയറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സൈഡ് ഞാൻ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വെയിൽ അവിടെ കിട്ടുന്നുണ്ട്. അന്ന് ചെടികൾ നട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ അടുത്ത് വൈറ്റ് ബ്ലീഡിങ് ഹാർട്ട് ഉണ്ട്, റെഡ് ഇതാണ് കേട്ടോ അത്. അപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടായത് ചെറുതായിട്ട് വാടിയിട്ടുണ്ടെന്നല്ല, ഏകദേശം നശിച്ചു പോയായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിക്കൊടുത്തപ്പോൾ നന്നായിട്ട് കിളിർപ്പൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഈ ഒരു ബോഗൺവില്ല കണ്ടോ, 2 എണ്ണം കുത്തിവെച്ചതാണ് കേട്ടോ. 2ഉം പിടിച്ചിട്ടുണ്ട്, 2ഉം നല്ല കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ താഴെ നിൽക്കുന്ന ഈ മുളകും തൈയും തക്കാളി തൈയും അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ല കേട്ടോ. കാരണം അവർക്ക് അത്ര അങ്ങോട്ട് വെയിൽ കിട്ടുന്നില്ല. കാരണം ഒരു മറ അവിടെ വരുന്നുണ്ടല്ലോ, ഇതിനെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ഥലത്ത് മാറ്റണം. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വെയിൽ കിട്ടുന്നിടത്തൊക്കെ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ലാണ്ട് നടുക്കും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലെ ഡ്രമ്മിൽ നമ്മൾ അന്ന് നട്ടുവെച്ചില്ലേ ആ ചെടികളുണ്ട്. ഷീറ്റ് ഉണ്ടെങ്കിൽ പോലും സൈഡിൽ കൂടി കുറച്ച് വെയിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ചെടികൾ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒട്ടും വെയിൽ കിട്ടുന്നില്ല, ഒട്ടും സ്ഥലം ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെടികൾ വെക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.